ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആക്ച്വലി ഞാനിപ്പോൾ ഈ ഒരുങ്ങി കെട്ടി പുട്ടിയടിച്ച് എവിടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് 24th. അപ്പോൾ അവൻ പെണ്ണെടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നല്ല ഗൈസ്, നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ കറൻ്റ്ലി ഇപ്പം ഞാൻ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂരാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെയാണ് അതായത് 2 days കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ്. ബാംഗ്ലൂർ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ട്രിവാൻഡ്രം ടു ബാംഗ്ലൂരാണ് പോകുന്നത്. രാത്രി 10:50 എനിക്ക് ഫ്ലൈറ്റ്, ഇൻഡിഗോയിലാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങിക്കെട്ട് ഞാൻ നിൽക്കുന്നത്. ഫ്ലൈറ്റിൽ 1-2 തവണ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ആ കൂടെ എൻ്റെ ആൾക്കാർ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അന്ന് അവരുടെ വാലി തൂങ്ങി പിടിച്ച് പോയതല്ലാതെ അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പറഞ്ഞതിനോട് മുമ്പ് പോയൊരു ചെറിയ ഓർമ്മയുണ്ട്, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ് ഒറ്റയ്ക്ക് എയർപോർട്ടിൽ കയറുമ്പോൾ. അത് മാത്രമല്ല, ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന്, ഞാൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടുള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് പോയിട്ടുണ്ടായത്. മുമ്പ് കാശ്മീരിൽ പോയ സമയത്ത് പോയതാണ്. പക്ഷേ ഇപ്പോൾ എത്രയോ നാളത്തേക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 2 years കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ പോകുന്നത്. പക്ഷേ അത് ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം അതിൻ്റെതായ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. അത് ആർക്കെങ്കിലും ഉണ്ടാവില്ലേ, അതുപോലെ എനിക്കുണ്ട്. ഉണ്ടാവാത്തവരും ഉണ്ടാകാം. പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഗൈസ്. വേറെ ഒന്നും കൂടെ ചെറിയ തോതിൽ, കാരണം അകത്ത് കയറി കഴിഞ്ഞിട്ട് ആ സെക്യൂരിറ്റി ചെക്കിൻ്റെ സെക്ഷനിലും പിന്നെ ലഗേജിൻ്റെ സെക്ഷനിലൊക്കെ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ലഗേജ് കൂടിപ്പോവോ കുറഞ്ഞു പോവോ എന്നൊക്കെ ഉള്ള, കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിപ്പോവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ, അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം വണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായാലും വരുന്ന വീഡിയോകളിൽ കല്യാണത്തിൻ്റെ വ്ളോഗ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം ഗൈസ്. അപ്പം എൻ്റെ കൂടെ നിങ്ങൾക്കും വരാം. ഓക്കെ ഐശു, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേ? ആരെ കൊണ്ടാക്കാൻ? അപ്പം നമ്മളിത് എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങാണ്. ഞാനും ഇവളും പിന്നെ ഇത്തായും ഉമ്മായും വാപ്പായും കൂടിയാണ് വരുന്നത്. എന്തിനാണ് ഇത്രയും പേരും കൂടി എയർപോർട്ടിൽ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഞാൻ കൊണ്ടുപോകണത് കേസ്, എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകണത്. അപ്പോൾ ഓക്കെ, നമുക്കിനി ബാക്കി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ വണ്ടി വന്നു. എയർപോർട്ടിലോട്ട് പോകുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്, നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലെത്തിയ ശേഷം ഞാൻ അതിനുള്ളിലോട്ട് നമ്മുടെ ടിക്കറ്റും ID പ്രൂഫൊക്കെ കാണിച്ച് കയറി നേരെ പോയി ബാഗേജ് കൗണ്ടറിൽ ലഗേജ് എല്ലാം കൊടുത്തു. പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് 10:50 ഫ്ലൈറ്റ്. ഞാൻ കുറച്ച് നേരത്തെ പോകണമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ പോയി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ട് അവിടെയുള്ള കടകളും കാര്യങ്ങളും കാണാൻ വേണ്ടി പോയി. അവിടുത്തെ ഒരു ചായക്ക് 160 രൂപയാണ് ഗൈസ്, നോർമൽ ടീക്ക്. പൊതുവേ നമുക്കറിയാം എയർപോർട്ടിനകത്തുള്ള എന്ത് ഫുഡിനും നമ്മൾ പുറത്തുള്ളതിനേക്കാളും റേറ്റ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവെ അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് കാര്യങ്ങൾ അങ്ങനെ അധികം ഷോപ്പൊന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ, 2 ഫ്ലോറേ ഉള്ളൂ, വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ. വലിയ പണിയാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ 10:50 എൻ്റെ ഫ്ലൈറ്റ്. 10:15 പോലും ഒരു അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗേറ്റ് 2 അവിടെ ഒരു ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂവിൽ ഞാൻ പോയി അവിടെ ഒരു പുള്ളിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഇത് 10:50 ഫ്ലൈറ്റിന്റെ ക്യൂ ആണോ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അതെ ഇതാണ് ക്യൂ നിന്ന്. അങ്ങനെ ഞാൻ അതിനകത്ത് കയറി നിന്നു. എന്നിട്ട് വീണ്ടും എൻ്റെ ഫ്ലൈറ്റ് നമ്പർ പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഇവിടെ നൂരശരീരി പോലെ ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ മുന്നിൽ നിന്ന് ഒരു പെങ്കൊച്ചിനോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ഇത് വേറെ ഫ്ലൈറ്റിൻ്റെ ആണ്, ഗേറ്റ് 2 നിങ്ങളുടെ ഫ്ലൈറ്റ് മാറ്റി ഗേറ്റ് 3 അങ്ങനെ ഞാൻ ഓടിപ്പടച്ച് പോകുന്നതാണ് ഗൈസ് നിങ്ങളെ കാണുന്നത്. പക്ഷേ ഈ അനൗൺസ്മെന്റോ കാര്യങ്ങളോ അതിൽ ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫ്ലൈറ്റിൽ കയറി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത്, ബാംഗ്ലൂരിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പുള്ളിയും വേറെ എൻ്റെ കൂടെ ഇരുന്ന കുറേ ആൾക്കാരും എല്ലാം എൻ്റെ പുറകെ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. കാരണം അവരും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫൈനൽ കോളിംഗ് എന്ന് പറഞ്ഞൊരു അനൗൺസ്മെന്റ് കേട്ടപ്പോഴാണ് ഞാനിങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയതും അവരോട് ചോദിച്ചതും പിന്നെ ഓടി ഗേറ്റ് 3 പോയി നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറിയതും. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി സീറ്റിലിരുന്നു. എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും മാത്രം കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷെ സെൻറ്റർ പോർഷനിലൊന്നും അധികം ആൾക്കാർ സീറ്റിലുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ഇവരും ഇങ്ങനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അധികം. അപ്പം ഞാൻ സിനിമയോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിങ്ങനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ബുക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഗെറ്റ് വെൽ സൂൺ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ തന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു, ഫ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമായി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എനിക്കാണെങ്കിൽ ഫ്ലൈറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നുണ്ടല്ലോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെയോ ഒരു ഫീലിങ്സ് എനിക്കിങ്ങനെ വരും. ഭയങ്കര ഇഷ്ടമാണ്. പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സ്പീഡിൽ പോയിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്താൽ കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റ് കയറിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയിക്കാം. ഓക്കെ, ചിലർക്ക് അത് പേടിയാണെന്നും കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുഴപ്പമില്ല ഗൈസ്.
അപ്പോൾ ഇതേ ഫ്ലൈ ആയതിനു ശേഷമുള്ള കാഴ്ചകളാണ് ഇത്. രാത്രി ആയതുകൊണ്ട് തന്നെ മൊത്തം ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും മാത്രമേ കാണാൻ പറ്റുള്ളൂ, നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ അത് അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കൊള്ളാം. പക്ഷേ ഇനി അവിടെ എത്തണത് വരെയും ആ 1 hour ഫുള്ള് ഈ ഒരു ലൈറ്റും കാര്യങ്ങളും തന്നെയാണ് കാണേണ്ടത്. ആ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോറടിക്കും ഗൈസ്. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ വായി നോക്കിയിട്ട് ഞാൻ സിനിമയൊന്നും കയറ്റിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതെടുത്തപ്പോൾ കിളി പറന്ന് പോവുകയും ചെയ്യും. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ആ ഫ്ലൈ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ തൊട്ടടുത്തും ഫ്രണ്ടിലും സൈഡിലും ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. എനിക്ക് വേണമെങ്കിൽ കിടന്നു പോവാം, അങ്ങനെയായിരുന്നു, കാരണം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ആ ബുക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു മലയുടെ പടം, കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ അതിന് ആ ബുക്കിരുന്ന് പറിച്ച് അതിലുള്ള പടങ്ങളെല്ലാം നോക്കി. പിന്നെ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് പോയോ എൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി അതിനകത്ത് കുറേ നേരം ഇരുന്നു, കാരണം വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇരുന്നു. അതിനുശേഷം അങ്ങനെ നമ്മൾ എന്താണ് 12:10 കറക്റ്റ് ബാംഗ്ലൂർ ഡൊമസ്റ്റിക്കിലോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ എയർപോർട്ടിലോട്ട് പോകാനായിട്ട്. ഇൻഡിഗോയുടെ തന്നെ ബസ്സാണ്. അപ്പോൾ എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി വേണം നമ്മൾ പോകാൻ. കുറച്ച് ദൂരമുണ്ട്, റൺവേയിൽ നിന്നും കുറച്ച് നമ്മൾ ലാൻഡ് ചെയ്ത് ഇറങ്ങുന്നതിനും കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് കയറി. ഇനി ഞാൻ നേരെ പോകുന്നത് എൻ്റെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ലഗേജ് ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ് ഗൈസ്. അങ്ങനെ എനിക്ക് എൻ്റെ ലഗേജ് കിട്ടി. ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. നിങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ട് കണ്ടിട്ടില്ലല്ലോ? അടിപൊളിയാണ് ഗൈസ്. ഇതിൻ്റെ ഇൻ്റർനാഷണൽ ഉണ്ടല്ലോ, അതാണ് പൊളി. എൻ്റെ പൊന്നോ, അതൊരു ഹോട്ടൽ പോലെ തോന്നും, അത്രയും അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നമ്മൾ എക്സിറ്റ് ആവുന്ന ആ ഒരു സ്പോട്ട് വരുന്നത്. വലിയ എയർപോർട്ടാണ്, നല്ല രസമാണ് അതിനകത്ത്. അപ്പോൾ ഇതാണ് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള അവിടുത്തെ കാഴ്ചകൾ. അവിടെ സബ്വേയും പിസ്സ ഹട്ടും അതും ഇതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനിപ്പോൾ പോകുന്നത് ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം ട്രാവലുണ്ട് ഞാൻ റൂം എടുത്തിരിക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. അവിടെ 3-4 സെക്ഷൻസ് ഉണ്ട് ഗൈസ്. ഇതുപോലെ ഊബർ ഗോ, അല്ലാതെ ഊബർ സെഡാൻ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു 3-4 സെക്ഷനുണ്ട്. നമ്മൾ സാധാരണ ഊബർ ബുക്ക് ചെയ്യുന്ന പോലെ ഊബർ എടുത്തിട്ട് നമുക്കൊരു വണ്ടി നമ്പർ തരും, അങ്ങനെയല്ല ഇത് പോകുന്നത്. ഇത് ഊബർ ഗോ എന്ന് പറയുന്ന സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ക്യൂ നിന്നിട്ട് ആദ്യം വരുന്ന വണ്ടികളനുസരിച്ച് സീനിയോറിറ്റി അനുസരിച്ച്, അതായത് ക്യൂ നിൽക്കുന്ന അനുസരിച്ച് കയറി പോകണം, അങ്ങനെയാണ്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ലഗേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡാൻ എന്ന് പറയുന്നത്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ഓരോ ഊബർ 1, ഊബർ 2, ഊബർ 3 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിലോട്ട് പോയി നിൽക്കണം, അതനുസരിച്ച് നമുക്ക് വണ്ടികൾ വരും. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അവിടെയുണ്ട്. അങ്ങനെ നമുക്ക് വണ്ടി കയറി നമ്മൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, റൂമിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞ ഉടല്ലോ ഗൈസ്, ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുന്നു, എനിക്ക് റൂമൊന്നും എത്തേണ്ടി വരുമെന്ന് തോന്നില്ല. അവർ ലോറിയൊന്നും ഒരു വിഷയമേ അല്ല, ലോറി ഒരു വിഷയമല്ല, ബസ് ഒരു വിഷയമല്ല, ഒന്നും വിഷയമല്ല. ഞാൻ ബാംഗ്ലൂരിലോട്ട് കാല് കുത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ആ വണ്ടിയിൽ നിന്ന് എങ്ങനെയാണ് ജീവൻ രക്ഷപ്പെട്ട് വന്നതെന്ന് എനിക്ക് എന്നെ അറിയാം ഗൈസ്. അവൻ അത്രയും സ്പീഡായിരുന്നു. അവൻ എന്തിന് ഇത്രയും സ്പീഡിൽ പോയെന്നാണ് ഗൈസ് ഞാൻ ആലോചിച്ചത്. ഫ്ലൈറ്റിൽ കയറാൻ പോലും എനിക്ക് ഇത്രയും ഫ്ലൈറ്റിൽ കയറാൻ അല്ലെങ്കിൽ പേടിയില്ലായിരുന്നു. അതിനകത്തുള്ള ഈ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അതിനോട് മാത്രമേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവൻ പറപ്പിച്ചെന്ന് പറഞ്ഞാൽ പറപ്പിച്ചാണ് കൊണ്ടുവന്നത്. അവസാനം പിന്നെ പതുക്കെ വരാനൊക്കെ വല്ല വിധേനൊക്കെ പറഞ്ഞ് പിന്നെ അവൻ പതുക്കെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവിടെ, അതായത് ഇന്ന് ഞാനിവിടെ എത്തി, നാളെ ഒരു ദിവസം മൊത്തം ബാംഗ്ലൂർ തന്നെ ഉണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്ളോഗും കൂടെ ഞാൻ എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. സ്ഥലം വേറൊരിടം അല്ല ഗൈസ്, ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ആസാമിലോട്ടാണ്. ഓക്കെ, ആസാമിലാണ് അവൻ്റെ കല്യാണം. പിന്നെ റിസപ്ഷൻ കാര്യങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത്, വേറൊരു ദിവസമാണ്. ഓക്കെ, അപ്പം ഇൻഷാല്ലാ അതിൻ്റെ എല്ലാ വ്ളോഗുമായിട്ടും മാക്സിമം വരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നാളെ എന്ത് വിശേഷങ്ങളാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും ഇറങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ടു ആസാം ട്രിപ്പല്ല, അങ്ങനെയും പറയാം, ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ആസാം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബാംഗ്ലൂർ ടു ആസാം യാത്രയിലുള്ള ഫസ്റ്റ് ഘട്ടമാണ് നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ഞാൻ എത്തി. ഇനി ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ ആസാമിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എനിക്ക് പറഞ്ഞുകൂടാ ഗൈസ്. എനിക്ക് ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റണ എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യ ഘട്ടം കഴിഞ്ഞ സന്തോഷത്തിലാണ്.
എനിക്ക് നല്ല ഉറക്കം വരണം ഗൈസ്. എനിക്ക് ഇനി കണ്ണുറന്നിരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഞാനേതായാലും മുഖമൊക്കെ പോയി കഴുകി പിന്നെ സ്കിൻ കെയർ കാര്യങ്ങളെല്ലാം ചെയ്തിരുത്തിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ വിട്ടൊരു കളി ഞാൻ അങ്ങനെ അധികം കളിക്കാറില്ല. ഓക്കെ, ഇനി ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടില്ല, പോയി ഡ്രസ്സ് മാറ്റണം. എനിക്കാണെങ്കിൽ കണ്ണ് തൂങ്ങിയിട്ട് പോയ സമയം ഇപ്പം എനിക്ക് തോന്നുന്നു എത്ര മണിയായി? സമയം ഇപ്പോൾ 3 മണിയായി ഗൈസ്. കാരണം എയർപോർട്ടിൽ നിന്ന് വണ്ടി കിട്ടാനായിട്ട് കുറച്ച് ലേറ്റായി, കുറച്ച് അധികം താമസം ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഗൈസ്. എനിക്ക് വിശന്ന് വയ്യ. വന്ന് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് അതിന് കയറുന്നതിന് മുമ്പേ കഴിച്ചതാണ്. അപ്പോൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരും, അത് കഴിക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. അത്രയും എനിക്ക് നല്ല ഉറക്കമാണ്. മണി 3 പിന്നെ ഉറക്കം വരില്ലേ? അപ്പോൾ അങ്ങ് നന്നായി പോയി ഉറങ്ങണം. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.